ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഷെയ്മ സുഫിയാൻ. ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ സ്റ്റെപ്സാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതിനു മുമ്പ് എനിക്കൊരു ചെറിയൊരു ഡിസ്ക്ലെയിമർ പറയാനുണ്ട്. ഞാൻ ഇന്ന് പറയുന്നത് എൻ്റെ കുറച്ചറിവ് മാത്രമാണ്. ഒരുപാട് ഇനിയും ഇതിനെക്കുറിച്ച് പഠിക്കാനും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇന്ന് പറയുന്നതിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി അത് റിസർച്ച് ചെയ്ത് മാത്രം യൂസ് ചെയ്യാം. അതിനെക്കുറിച്ചിട്ട് പഠിച്ചിട്ട് അതിൻ്റെ യൂസേജ് എന്താണെന്ന്, ബെനിഫിറ്റ്സ് എന്താണെന്ന് ഒക്കെ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. സോ അങ്ങനെ റിസർച്ച് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യാൻ നോക്കുക. സോ ലേറ്റ് ആക്കാണ്ട് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പം ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ സ്റ്റെപ്സ് 4 CTMS എന്ന് പറയും. C ക്ലെൻസർ, T ടോണർ, M മോയ്സ്ചറൈസർ, S SPF. എന്തുകൊണ്ട് ഞാൻ ഈ ഒരു സ്റ്റെപ്സിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു ഫോളോയിങ്ങിൽ മാത്രമേ നമ്മൾ സ്കിൻ കെയർ ചെയ്യാൻ പറ്റും. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പാടില്ല. മാറിയാൽ ചിലപ്പം വിപരീത റിസൾട്ട് ആയിരിക്കും, ചിലപ്പോൾ നമുക്ക് റിസൾട്ടേ ഉണ്ടാവില്ല, അത് യൂസ് ചെയ്തിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. സോ ഈ ഒരു കറക്റ്റ് ഫോളോയിങ്ങിലൂടെ ചെയ്യണം. അല്ലാണ്ട് നമ്മളിപ്പോൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം പോയിട്ട് മോയ്സ്ചറൈസർ ഇട്ട് അതിന് ശേഷം ടോണർ ഇട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കറക്റ്റ് സ്റ്റെപ്സ് പറഞ്ഞത്. ഇതിൽ നമുക്ക് എന്തെങ്കിലും സിറംസ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ CTSMS ആവും. എന്നുവെച്ചാൽ ക്ലെൻസർ, ടോണർ, സിറം, മോയ്സ്ചറൈസർ, SPF. അപ്പം ഈ ഒരു കറക്റ്റ് റൂട്ടീനിൽ തന്നെ നമ്മളെ സ്കിൻ കെയർ ചെയ്യാൻ നോക്കുക. അപ്പം ഈ ഒരു ഷോർട്ട് ഫോം നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്കുക, നിങ്ങൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ. ഇതാണ് സ്കിൻ കെയർ ബേസിക് സ്റ്റെപ്സ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ഏതൊക്കെ സ്കിൻ ടൈപ്പിന് ഏതൊക്കെ സിറംസ് യൂസ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കാം. നമ്മൾ രാത്രി ഉറങ്ങുമ്പം ഫേസ് വാഷ് ഇട്ട് ഫേസൊക്കെ കഴുകിയിട്ട് കിടക്കുക. വേറെ ഒന്നും, ഒരു ക്രീമോ ഒന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല. എന്നിട്ട് മോർണിംഗ് എണീക്കുമ്പോൾ, അല്ലെങ്കിൽ മോർണിംഗ് ഒരു ഫേസ് വാഷൊക്കെ ഇട്ടിട്ട് വേറെ ഒന്നും അപ്ലൈ ചെയ്യാണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കണം കേട്ടോ. പുറത്തൊന്നും പോയിട്ട് നമുക്ക് വരുന്ന ആ ഒരു രീതിയിലല്ല നമ്മൾ സ്കിൻ ടൈപ്പ് നോക്കണം. നമ്മൾ നോർമൽ വീട്ടിലുള്ള ടെമ്പറേച്ചറിൽ നമ്മുടെ സ്കിന്ന് നോക്കണം. അപ്പം രാവിലെ എണീക്കുമ്പം നിങ്ങൾക്ക് കുറച്ച് നിങ്ങളുടെ ഫേസ് ഷൈനി, ഓയിലി ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്കിൻ ടൈപ്പാണ് ഓയിലി സ്കിൻ ടൈപ്പ്. അല്ലാതെ നിങ്ങൾക്ക് ഭയങ്കര ഡ്രൈ ആയിട്ട് നിങ്ങളുടെ സ്കിന്നൊക്കെ കുറച്ച് വലിഞ്ഞ് മുറുകുന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്കിന്നാണ് ഡ്രൈ സ്കിന്ന്. അല്ലാതെ നിങ്ങൾക്ക് T സോണിൽ മാത്രം ഓയില്, ഇവിടെയൊക്കെ ഡ്രൈ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു മിക്സ്ഡ് ആയിട്ടാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളതാണ് കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ്. അതുമല്ല, നിങ്ങൾ എണീക്കുമ്പം നിങ്ങൾക്കൊരു പ്രശ്നമില്ല, നിങ്ങളെ സ്കിന്ന് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുന്നുണ്ട്, ഭയങ്കര ഡ്രൈ അല്ല, ഓയിലി അല്ല, ഒന്നുമില്ല, നോർമലാണെങ്കിൽ നിങ്ങളെ സ്കിൻ ടൈപ്പാണ് നോർമൽ സ്കിൻ ടൈപ്പ്. അപ്പം ഇത്രയും സ്കിൻ ടൈപ്പിൻ്റെ യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇന്ന് പറയുന്നത്. സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ഞാൻ ഇന്നൊന്നും പറഞ്ഞിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ സെൻസിറ്റീവ് സ്കിന്നുള്ളവർ എന്തായാലും ഒരു സ്കിന്നിൻ്റെ ഡോക്ടറെ കണ്ട് അവർ തരുന്ന പ്രിസ്ക്രിപ്ഷനിൽ മാത്രം പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുക. അല്ലാണ്ട് ഇതൊക്കെ വാരി തേച്ച് വെറുതെ നിങ്ങളെ സ്കിന്ന് ഒന്നുകൂടി ഡാമേജ് ആക്കാൻ എനിക്ക് താല്പര്യമില്ല. സോ ഞാൻ ഈ ഒരു 4 സ്കിൻ ടൈപ്പിനുള്ളവർക്ക് മാത്രമാണ് പറഞ്ഞിരുന്നത്. അപ്പം ഇനി എൻ്റെ സ്കിൻ ടൈപ്പ് പറഞ്ഞുതരാം. എൻ്റേത് നോർമൽ സ്കിൻ ടൈപ്പാണ്. എനിക്ക് അങ്ങനെ ഭയങ്കര ഓയിലി ആവാറില്ല, ഭയങ്കര ഡ്രൈ ആവാറൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഒരു ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ഈ ഒരു മാസങ്ങളിൽ എൻ്റേത് കുറച്ച് ഡ്രൈ സ്കിന്നാണ്. കാരണം നമ്മുടെ കാറ്റ്, നമ്മളെ വെതറിൻ്റെ അനുസരിച്ചിട്ട് എൻ്റേത് ഡ്രൈ സ്കിൻ ആവാറുണ്ട്. ഇവിടെ വന്നിട്ട് ജനുവരി മുതലൊരു മാർച്ച് വരെ എനിക്ക് ഭയങ്കര ഡ്രൈ സ്കിന്നാണ് ഉണ്ടായത്. കാരണം ഇവിടെ നല്ല തണുപ്പുണ്ട്. സോ അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രം എൻ്റേത് ഡ്രൈ സ്കിൻ ആവാറുണ്ട്, അല്ലെങ്കിൽ എൻ്റേത് നോർമൽ സ്കിന്നാണ്. സോ നമുക്ക് CTSMSലെ ഫസ്റ്റ് ക്ലെൻസറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ക്ലെൻസർ ചൂസ് ചെയ്യുമ്പം ഞാൻ ഫസ്റ്റ് ഒരു കാര്യം പറയാം. നമ്മുടെ സ്കിന്നിന് ഒരു pH ലെവലുണ്ട്. pH ലെവൽ 4 to 5 ആണ് നമുക്ക് വേണ്ടത്. എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജനാണ്. അത് നമ്മുടെ 4 to 5 വരെ ബാലൻസ് ആയിട്ട് നിൽക്കണം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷിൽ pH ലെവൽ എത്രയാണെന്നുള്ളത് നമ്മൾ ആദ്യം അറിയണം. അപ്പോൾ ഞാൻ കുറേ നാൾ മുമ്പ് നിങ്ങൾക്കെല്ലാം റെക്കമെൻഡ് ചെയ്യുന്നതാണ് പോൺസിൻ്റെ ഫേസ് വാഷ്. എൻ്റെ ഫേവറേറ്റ് ആണ്.
എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തത്. അതിപ്പം ഞാൻ തിരുത്തുന്നത്. കാരണം ഞാൻ ഒരു 6 months ആയിട്ടാണ് ഇപ്പം സ്കിൻ കെയറിലേക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് ഇറങ്ങിയത്. അപ്പോഴാണ് ഞാൻ ഈ ഒരു pH ലെവലിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. അപ്പം ഈ പോൺസിൻ്റെ pH ലെവൽ എന്ന് പറയുമ്പം 9 സോ അത് നിങ്ങൾ യൂസ് ചെയ്യാണ്ടിരിക്കലാണ് നല്ലത്. നമ്മളൊരു സ്കിൻ കെയർ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാതിരിക്കലാണ് നല്ലത്. അപ്പോൾ കുറച്ച് മൈൽഡായിട്ടുള്ള നല്ല ക്ലെൻസേഴ്സ് യൂസ് ചെയ്യാം. അപ്പം ഏതൊക്കെ ഞാനിപ്പോൾ യൂസ് ചെയ്തതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മൈൽഡായിട്ടുള്ള ക്ലെൻസറാണ് ഡോട്ട് ആൻഡ് കീ ബ്രാൻഡിൻ്റെ ഒരു പിങ്ക് വേരിയൻറ്റ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫേസ് വാഷാണ്. അത് ഞാൻ യൂസ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വാങ്ങാം. നോർമൽ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഫേസ് വാഷസ് ഉണ്ട്, നല്ല ഫേസ് വാഷസ്. പിന്നെ നിങ്ങൾ ഫേസ് വാഷസൊക്കെ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ സ്കിൻ കെയർ പ്രോഡക്ട്സ് വാങ്ങുമ്പോൾ സ്കിൻ കെയർ പ്രോഡക്ട്സ് മാത്രം ഫോക്കസ് ചെയ്യുന്ന ബ്രാൻഡിൻ്റെ പ്രോഡക്ട്സ് വാങ്ങാൻ നോക്കുക. കാരണം എന്ന് വെച്ചാൽ മറ്റുള്ള ബ്രാൻഡ്സ് എന്ന് പറയുമ്പം മേക്കപ്പിലും മേക്കപ്പ് ടൂൾസിലും ഒക്കെ ഫോക്കസ് ചെയ്യുന്നവരായിരിക്കും. പക്ഷേ കുറച്ച് ബ്രാൻഡ്സ് ഉണ്ട് സ്കിൻ കെയർ മാത്രം നോക്കുന്നത്. അവരിൽ നിന്ന് പ്രോഡക്ട്സ് വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ കുറച്ച് ബ്രാൻഡ്സ് പറയാം. ഡോട്ട് ആൻഡ് കീ ഒന്ന്, പിന്നെ അക്വാലോജിക്ക, ഡോക്ടർ ഷെത്ത്, ദ ഡെർമാക്കോ, ഇതൊക്കെ നല്ല ഫേസ് വാഷസും എല്ലാ പ്രോഡക്ട്സും, മാമയെർത്ത്, ഇതിൻ്റെയൊക്കെ പ്രോഡക്ട്സ് നല്ല പ്രോഡക്ട്സാണ്. അപ്പം ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്ലെൻസർ ചൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ ഭയങ്കര ഡ്രൈ സ്കിന്നുകാർക്കാണെങ്കിൽ സെറ്റാഫിൽ, സെറാവെ, ഇതിൻ്റെയൊക്കെ മൈൽഡായിട്ടുള്ള ക്ലെൻസർ ഉണ്ട്, കുറച്ച് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുന്നത്. അപ്പം അതൊക്കെ യൂസ് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ടോണർ. ടോണർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ക്ലെൻസർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു pH ലെവൽ കൂടിയ ക്ലെൻസറായി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ടോണർ യൂസ് ചെയ്യുന്നതിലൂടെ നമ്മൾ pH ലെവൽ ബാലൻസ് ആയിട്ടിരിക്കും. ഈ pH ലെവൽ തെറ്റുമ്പോഴാണ് നമുക്ക് ആക്നീസ്, ബ്രേക്കൗട്ട്സ് ഒക്കെ വരുന്നത്. സോ നിങ്ങളൊരു ടോണർ യൂസ് ചെയ്താൽ ഭയങ്കര ബെനിഫിറ്റ്സ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഭയങ്കര ബെനിഫിറ്റ്സ് ഒന്നുമില്ല. പക്ഷേ ടോണർ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്കിൻ കെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ടോണറും കൂടി യൂസ് ചെയ്യുക. ടോണർ ഇല്ലെങ്കിലും നമുക്ക് സ്കിൻ കെയർ ചെയ്യാം. ക്ലെൻസിങ് കഴിഞ്ഞതിന് ശേഷം സിറംസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നേരെ സിറംസ് യൂസ് ചെയ്യുക. പക്ഷേ ഒരു ടോണർ യൂസ് ചെയ്യുന്നതുകൊണ്ട് ബെനിഫിറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ടോണർ ഇപ്പം നമ്മുടെ ഈ എന്താ പറയുക സ്കിൻ കെയർ ഈ പറഞ്ഞ ബ്രാൻഡ്സിലെല്ലാം ചെറിയൊരു റേറ്റിൽ തന്നെ നമുക്ക് ടോണർ കിട്ടും. ഞാൻ പ്ലമ്മിൻ്റെ ഒരു ഗ്രീൻ ടീ ടോണർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അത് നല്ല ടോണറാണ്. പിന്നെ നിങ്ങൾക്ക് ഭയങ്കര ഓയിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ടോണർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് കൺട്രോളായി കറക്റ്റ് നിങ്ങളെ സ്കിന്ന് ബാലൻസ് ആയിട്ട് നിൽക്കും. അതാണ് ഈ ടോണിങ്ങിലൂടെ നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ബ്രാൻഡ്സിൻ്റെ സ്കിൻ കെയർ പ്രോഡക്ട്സ് വാങ്ങാൻ നോക്കുക. ഇപ്പം ഞാൻ പറഞ്ഞ ബ്രാൻഡ്സ് എല്ലാം നല്ല ബ്രാൻഡ്സാണ്. അവരുടെ പ്രോഡക്ട്സ് എല്ലാം ഒരുവിധം ആൾക്കാരെല്ലാം യൂസ് ചെയ്യുന്നതാണ്, യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ടും ഉള്ളതാണ്. അപ്പം ഈ ഒരു ബ്രാൻഡിലൊക്കെ നിങ്ങൾക്ക് ടോണർ കിട്ടും. ഒരു 300, 200, 300, 400 രൂപക്കൊക്കെ ടോണർ അവൈലബിൾ ആണ്. അപ്പോൾ ചെറിയ ബോട്ടിലൊക്കെ വാങ്ങിയിട്ട് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് പിക്സീൻ്റെ ഈ മിൽക്കി ടോണിക്കാണ്. ഇത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഞാൻ റേറ്റ് ഇവിടെ മെൻഷൻ ചെയ്യാം. എനിക്കൊന്ന് 1000, 1600 അങ്ങനെ എന്തോ റേഞ്ചിലാണ് ഈ ഒരു ടോണർ വരുന്നത്. ഞാൻ ആദ്യം ഈ ഒരു പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ ടോണറാണ് യൂസ് ചെയ്തത്. അത് നല്ല ടോണറാണ്. നല്ല എന്താ പറയുക നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് അത് എത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതും നല്ല ടോണറാണ്. നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളൊരു നല്ല ടോണറിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പാണ് സിറംസ്. നമുക്ക് ഇപ്പം അവൈലബിൾ ആയിട്ട് ഒരുപാട് സിറംസ് ഉണ്ട്. ഹൈലറോണിക് ആസിഡ് സിറം, നയാസിനമൈഡ് സിറം, വിറ്റമിൻ സി സിറം, സാലിസിലിക് ആസിഡ് സിറം, റെറ്റിനോൾ, പെപ്റ്റൈഡ്, കോജിക് ആസിഡ്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള സിറംസ് ഉണ്ട്. ഇതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ ഞാനിപ്പം 1-2 കാര്യങ്ങൾ മാത്രം പറയാം. പക്ഷേ എന്നാലും നിങ്ങൾക്കിപ്പോൾ ഇതിലേതെങ്കിലും സിറംസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി റിസർച്ച് ചെയ്യുക എന്തൊക്കെ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്നൊക്കെ.
അപ്പം ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഹൈലറോണിക് ആസിഡ് സിറം. ആസിഡ് എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട, ഇതൊക്കെ ഒരു മൈൽഡായിട്ടുള്ള നമ്മൾ ഫേസിൽ യൂസ് ചെയ്യേണ്ട സിറം തന്നെയാണ്. ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര എന്താ പറയല് നെഗറ്റീവോ അങ്ങനെയൊന്നുമില്ല. സ്കിൻ കെയർ ചെയ്യുന്നത് തന്നെ ബെനിഫിറ്റ്സാണ്. നമുക്ക് ഡ്യൂയി, പ്ലംബി, പിന്നെ ഏജിങ് ആവുന്നത്, ഇതൊക്കെ കൺട്രോൾ ആവും. അപ്പം സ്കിൻ കെയർ ചെയ്യുന്നത് നല്ലതാണ്. അപ്പം ഇതൊന്നും കേട്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട. സോ ഹൈലറോണിക് ആസിഡ് സിറം എന്ന് വെച്ചാൽ നമുക്കിപ്പം ഡ്രൈ സ്കിന്നാർക്ക് ഭയങ്കര ഡ്രൈ ആണ്, വേറെ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്താലും നമുക്ക് ആ ഒരു ഡ്രൈനെസ് മാറില്ല. അപ്പം ഈ ഹൈലറോണിക് ആസിഡ് സിറംസ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ഡ്രൈനെസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. നല്ല ഹൈഡ്രേഷൻ കിട്ടും. അപ്പം നിങ്ങൾക്ക് സ്കിന്നിന് ഹൈഡ്രേഷനാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ഹൈലറോണിക് ആസിഡ് സിറംസ് യൂസ് ചെയ്യാം. അതാണ് അതിൻ്റെ ബെനിഫിറ്റ്സ്. അതിന് പ്രത്യേകിച്ച് വേറെ ബെനിഫിറ്റ്സ് ഒന്നുമില്ല. ഒരു ഹൈഡ്രേഷൻ, നമ്മുടെ സ്കിന്നിന് ഒരു ഹൈഡ്രേഷൻ കൊടുക്കും, അത്ര തന്നെ. നെക്സ്റ്റ് നയാസിനമൈഡ് സിറം. നയാസിനമൈഡ് സിറം യൂസ് ചെയ്യുന്നത് നമ്മുടെ ആക്നി മാർക്സ് കുറക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പിമ്പിൾസ് വന്ന കലകൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഈ ചിക്കൻ പോക്സ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ വന്ന കലകൾ, അല്ലെങ്കിൽ ചില ആൾക്കുണ്ടാവും ഈ ഒരു ഭാഗത്ത് നെറ്റിയുടെ ചില ഭാഗത്തൊക്കെ കറുപ്പടിച്ചിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇവിടുത്തെ സ്കിൻ ടൈപ്പിനേക്കാളും കുറച്ച് ഡീപ്പർ ആയിരിക്കും ഇവിടുത്തെയൊക്കെ സ്കിൻ ടൈപ്പ്. അപ്പം ഇതിന് പറയുന്നത് അൺഈവൻ സ്കിൻ ടോൺ. അപ്പം അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സിറമാണ് നയാസിനമൈഡ് സിറം. നിങ്ങൾക്ക് യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും. ഒരു 1 മന്തൊക്കെ യൂസ് ചെയ്താൽ മതി, നല്ല റിസൾട്ട് കിട്ടും. അപ്പം ഇത് 10% ദ ഡെർമാക്കോ ബ്രാൻഡിൻ്റെയാണിത്. ഇത് എനിക്ക് തോന്നുന്നു ഒരു 3ാമത്തെ ബോട്ടിലായിട്ടാണിത്. അപ്പം നിങ്ങൾക്ക് 10% ഒക്കെയുള്ള നയാസിനമൈഡ്സ് യൂസ് ചെയ്താൽ വേഗം റിസൾട്ട് കിട്ടും. ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. മോർണിംഗും നൈറ്റും സ്കിൻ കെയറിൽ യൂസ് ചെയ്യാൻ നോക്കുക. അപ്പം ഈ നയാസിനമൈഡ് തന്നെ നിങ്ങൾക്ക് ചെറിയ എന്താ പറയുക, ചിലപ്പം 2%, 3% ഒക്കെ അടങ്ങിയ സിറംസ് കിട്ടും. പക്ഷേ 10% അടങ്ങിയതിൽ നിങ്ങൾക്ക് വേഗം റിസൾട്ട് കിട്ടും. നിങ്ങൾക്കല്ലാതെ ചെറിയ കലകളയിലും ചെറുതായിട്ടേ അൺഈവൻ സ്കിൻ ടോണൊക്കെ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ചെറിയ പെർസെൻറ്റേജിലുള്ള നയാസിനമൈഡ് സിറംസ് യൂസ് ചെയ്യാം. അടുത്തത് വിറ്റമിൻ സി സിറം. വിറ്റമിൻ സി യൂസ് ചെയ്യുന്നത് നമുക്കൊരു ഗ്ലോ കിട്ടാൻ വേണ്ടി മാത്രമാണ്. നമ്മുടെ സ്കിന്നൊന്ന് ബൂസ്റ്റ് ചെയ്യും. നമുക്ക് എന്തെങ്കിലും നമ്മളെ സെൽസൊക്കെ ഒന്ന് എന്താ പറയല് ഡാമേജ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ ആ ഒരു സ്കിന്നിനെ ബൂസ്റ്റ് ചെയ്തിട്ട് നല്ലൊരു ഗ്ലോയി ആയിട്ടുള്ള സ്കിന്ന് കിട്ടും. അത്രയേ ഉള്ളൂ വിറ്റമിൻ സിന്നത്. എന്നാലും വിറ്റമിൻ സി യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ചിലവർക്ക് വിറ്റമിൻ സി പിടിക്കൂല, ചിലർക്ക് ബ്രേക്ക് ഔട്ട്സൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ നോക്കിയിട്ട് മാത്രം യൂസ് ചെയ്യുക. നിങ്ങൾക്ക് വിറ്റമിൻ സി യൂസ് ചെയ്യുമ്പോൾ ബ്രേക്ക് ഔട്ട്സ് വരുന്നെങ്കിൽ അത് നിർത്തുക. ചില സ്കിന്നുകാർക്ക് അത് പറ്റൂല. സോ ചെറിയ പെർസെൻറ്റേജിലുള്ളത് യൂസ് ചെയ്ത് നോക്കുക ഫസ്റ്റ്. ഇത് ഇപ്പം പ്ലമ്മിൻ്റെതാണ് ഞാൻ യൂസ് ചെയ്തത്. ഇത് 50% വിറ്റമിൻ സി ഉള്ള ഒരു സിറാണ്. ഞാൻ പറഞ്ഞില്ല, ഈ ഡെർമാക്കോ, പ്ലം അങ്ങനത്തെ ഉള്ള ബ്രാൻഡ്സിൻ്റെയൊക്കെ സ്കിൻ കെയർ പ്രോഡക്ട്സ് നല്ല പ്രോഡക്ട്സാണ്. അപ്പം നിങ്ങൾ എന്നുവെച്ചാൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ബ്രാൻഡ്സാണ് ഇതിലും. ജസ്റ്റ് ഒരു 500-600 റേഞ്ചിലായിരിക്കും സിറംസിൻ്റെ ഒക്കെ റേറ്റ് വരുന്നത്. അപ്പം അല്ലാതെ കുറച്ച് ഹൈ എൻഡ് ബ്രാൻഡൊക്കെ നോക്കുമ്പോൾ നല്ല റേറ്റ് ഉണ്ടാവും. സോ നമ്മൾ ഇങ്ങനത്തത് വാങ്ങിയിട്ട് ആദ്യം യൂസ് ചെയ്ത് നോക്കുക. അധികം ലോക്കൽ പ്രോഡക്ട്സും വാങ്ങാതിരിക്കുക. പിന്നെ ഇതിപ്പം 30 ml ആയിരിക്കും. 30 ml ആണ്. അപ്പം നിങ്ങൾക്കൊരു 50 ml ഒക്കെ കിട്ടും. അതൊക്കെ നിങ്ങൾക്കൊരു 250 റേഞ്ചിലൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടും. അടുത്തതാണ് സാലിസിലിക് ആസിഡ്. സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പിമ്പിൾസ് വരുന്നത് കൺട്രോൾ ആവും. നിങ്ങൾക്ക് ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യും. നയാസിനമൈഡിനും ആ ഒരു ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ കുറക്കും. അതുപോലെ സാലിസിലിക് ആസിഡും യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പിമ്പിൾസ് വരുന്നത് ഒരുപാട് കൺട്രോൾ ആവും. ഇതുപോലത്തെ ഡെർമാക്കോയിൽ 10% എന്നുള്ള സാലിസിലിക് ആസിഡ് കിട്ടും. അത് നിങ്ങൾക്ക് യൂസ് ചെയ്താൽ വേഗം റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് പിമ്പിൾസൊക്കെ വരുന്നവരാണെങ്കിൽ, അധികം ഓവർ പിമ്പിൾസൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഒരു
ഡോക്ടറിനെ കണ്ടിട്ട് തന്നെ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുക. അല്ലാതെ നിങ്ങൾക്ക് കുറച്ച് കുരുക്കൾ മാത്രമേ വരുന്നുള്ളൂ, അതൊന്ന് കൺട്രോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10% ഒക്കെ അടങ്ങിയ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യാം. അപ്പം നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി സാലിസിലിക് ആസിഡിൻ്റെ യൂസേജ് എന്താണെന്നൊക്കെ. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും, വായിച്ച് നോക്കാം. അപ്പം അതാണ് സാലിസിലിക് ആസിഡ്. പിന്നെ അല്ലാതെ ഇതുപോലത്തെ സിറംസ് യൂസ് ചെയ്യാം. ഇതുപോലത്തെ ഒരുപാട് എന്താ പറയല്, ചെറിയ തോതിലടങ്ങിയ 2% സാലിസിലിക് ആസിഡ്, 2% നയാസിനമൈഡ്, അങ്ങനെ മിക്സ് ആയിട്ടുള്ള അടങ്ങിയ സിറംസ് യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്താൽ നമുക്കിപ്പം ചെറുതായിട്ട് പിമ്പിൾസിലും ചെറുതായിട്ട് ബ്ലാക്ക് ഹെഡ്സിലും അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്കൊരു എന്താ പറയല്, എന്ന് വെച്ചാൽ ഒരു സിറം യൂസ് ചെയ്യണം, റിസൾട്ട് മെല്ലെ റിസൾട്ട് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ചെറിയ പ്രോബ്ലംസേ ഇല്ലും അതിന് ചെറിയ പെർസെൻറ്റേജുള്ള സിറംസ് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇതൊക്കെ യൂസ് ചെയ്യാം. ഇതിലൊക്കെ ഇപ്പോൾ എന്താ 2% സാലിസിലിക് ആസിഡേലും ഇതിലും വേറെയും പ്രോഡക്റ്റ്സ് ഉണ്ട്. ഇത് റെഡ് ആൽഗെ എക്സ്ട്രാക്റ്റ് ഉണ്ട്, വിറ്റമിൻ B5 ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തത് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് മെല്ലെ റിസൾട്ട് കിട്ടും. അപ്പം ഇനിയും ഒരുപാട് സിറംസ് ഉണ്ട്. എന്താണ് പെപ്റ്റൈഡ് സിറം, റെറ്റിനോളൊക്കെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 30 വയസ്സ് കഴിഞ്ഞ് ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ ഒരു 20s യൂസ് ചെയ്യുന്നത് നല്ലതല്ല. കാരണം അതെന്ന് വെച്ചാൽ നമ്മുടെ വ്രിങ്കിൾസ്, ഏജിങ് ആവുന്നത് കൺട്രോൾ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിറമാണ് റെറ്റിനോൾ സിറം. അപ്പം അത് ഒരു 30 വയസ്സിന് മുകളിലുള്ളവർ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, ഞാൻ അതിനെക്കുറിച്ചിട്ട് അധികം നോക്കിയിട്ടുമില്ല. കാരണം അതൊക്കെ ആ ഒരു 30 ആയാൽ നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചില സിറംസ് നമ്മൾ ഒരുമിച്ച് യൂസ് ചെയ്തുകൂടാ. ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് എനിക്ക് ഗ്ലോയും വേണം, എന്താ പറയല്, കുരുക്കളും പോകണം എന്ന് വിചാരിച്ച് വിറ്റമിൻ സിയും സാലിസിലിക് ആസിഡും ഇതൊന്നും മിക്സ് ചെയ്യാൻ പാടില്ല. വിറ്റമിൻ സി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിറ്റമിൻ സി മാത്രം, എന്ന് വെച്ചാൽ വിറ്റമിൻ സിയും അടങ്ങിയ പ്രോഡക്ട്സ് യൂസ് ചെയ്യുക. ഇപ്പോൾ ഫേസ് വാഷിൽ വിറ്റമിൻ സി അടങ്ങിയതുണ്ടാവും, അത് യൂസ് ചെയ്യുക. ടോണറിൽ വിറ്റമിൻ സി അടങ്ങിയതുണ്ടാവും, അത് യൂസ് ചെയ്യുക. പിന്നെ എന്താണെന്ന് പറയൽ, സിറം വിറ്റമിൻ സി, പിന്നെ സൺസ്ക്രീനിൽ വിറ്റമിൻ സി അടങ്ങിയത് അങ്ങനെ യൂസ് ചെയ്യുക. അതുപോലെ പിന്നെ എന്താ പറയൽ, ഈ സാലിസിലിക് ആസിഡും നയാസിനമൈഡും നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും. മീൻസ് എന്നാലും ഒരുമിച്ചല്ല. ഇപ്പം നിങ്ങൾ മോർണിംഗ് സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുക, നൈറ്റ് നയാസിനമൈഡ് യൂസ് ചെയ്യുക. അപ്പം ഒരുമിച്ച് യൂസ് ചെയ്യാണ്ടാന്നേ ഉള്ളൂ ഇത്. പക്ഷേ മോർണിംഗ് വിറ്റമിൻ സി ഇട്ട് നൈറ്റ് സാലിസിലിക് ആസിഡ് അല്ലെങ്കിൽ നയാസിനമൈഡ് ഇട്ടാൽ അത് ശരിയാവില്ല. നമ്മൾ ഒരു ടൈം ഒരു സിറംസ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ വിറ്റമിൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നയാസിനമൈഡും സാലിസിലിക് ആസിഡൊക്കെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും യൂസ് ചെയ്തിട്ട്. മീൻസ് ഇപ്പം മോർണിംഗ് തന്നെ നമുക്ക് 2 യൂസ് ചെയ്യാൻ പറ്റും. ആദ്യം നയാസിനമൈഡ് ഇട്ടിനെങ്കിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യാം. പക്ഷേ വിറ്റമിൻ സി അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ വേറൊരു സിറമുണ്ട്, വേറൊരു സൊല്യൂഷനാണ് AHA BHA പീലിംഗ് സൊല്യൂഷൻ. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ സ്കിന്നൊന്ന് പീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് പീൽ ചെയ്യുന്നതല്ല. അപ്പം കുറച്ച് പെർസെൻറ്റേജ് കുറഞ്ഞ AHA BHA പീലിംഗ് സൊല്യൂഷൻ കിട്ടും. ഒരു 30% ഉള്ള AHA BHA പീലിംഗ് സൊല്യൂഷൻ കിട്ടും. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഡെർമാക്കോൻ്റെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത്. നല്ല പീലിംഗ് സൊല്യൂഷനാണ്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളെ സ്കിന്ന് ഭയങ്കര ഹാർഡാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് AHA BHA പീലിംഗ് സൊല്യൂഷൻ യൂസ് ചെയ്യുക. പിന്നെ ഒരു വീക്കിലി ട്വൈസ്, അതും ഒരു 10 മിനിറ്റേ നമ്മൾ മുഖത്ത് ഇടാൻ പാടുള്ളൂ. 10 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ വേഗം പോയിട്ട് അത് കഴുകി കളയണം. പിന്നെ ചിലവർക്കുണ്ടാവും ഈ ഇവിടെയൊക്കെ ഭയങ്കര ഹാർഡ്, അങ്ങനെയുള്ള സ്ഥലത്ത് ഇവിടെയൊക്കെ കുറച്ച് ഹാർഡായിട്ടുള്ള സ്കിന്നുള്ളവർക്ക് ഈ AHA BHA പീലിംഗ് സൊല്യൂഷൻ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. കുറച്ചെടുത്ത് അതവിടെ റബ്ബ് ചെയ്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ വാഷ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ ബൈക്കൊക്കെ ഓടിക്കുന്നവരാണെങ്കിൽ ഭയങ്കരമായിട്ട് ടാൻ അടിച്ചിട്ടുണ്ടാവും കൈയൊക്കെ. അപ്പം അവർക്കൊക്കെ ഒന്ന് ഒരു വീക്കിലി ഒറ്റ പ്രാവശ്യം അല്ലെങ്കിൽ മന്ത്ലി അങ്ങനെയൊക്കെ ഒരു പീലിംഗ് സൊല്യൂഷൻ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പം നമ്മൾ വീട്ടിലിരിക്കുന്നെങ്കിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇന്ന് നമ്മൾ അത് പീലിംഗ് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 2 ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ ചെറുങ്ങനെ നമ്മൾ സ്കിന്ന് ഒരു
ഏറ്റവും തിന്നായിട്ടൊന്നിങ്ങനെ പീൽ ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റുന്നത്, അഥവാ നമ്മൾ മേക്കപ്പ് മറ്റിരുന്നെങ്കിൽ അതിങ്ങനെ പീൽ ചെയ്ത് വരുന്നത് നമുക്ക് കാണാം. അപ്പം നിങ്ങൾക്ക് എവിടെയും പോകാനില്ല, ഒരു 2-3 ഡേയ്സ് നമ്മൾ വീട്ടിലുണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പീലിംഗ് സൊല്യൂഷനൊക്കെ യൂസ് ചെയ്യാം. അപ്പം ബാക്കി സിറംസ് ഒന്നും ഞാനിപ്പം പറയുന്നില്ല. ഇതാണ് മെയിനായിട്ടുള്ള സിറംസ്, മെയിനായിട്ടുള്ള പ്രോബ്ലംസിന് യൂസ് ചെയ്യേണ്ട സിറംസ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പാണ്, തളർന്ന് ഞാൻ സംസാരിച്ചിട്ട് സത്യം പറഞ്ഞാൽ. നെക്സ്റ്റ് സ്റ്റെപ്പാണ് മോയ്സ്ചറൈസിങ് നമ്മൾ ചെയ്യണം. ഇപ്പം ഈ ഒരു എന്താ പറയല്, ടോണറും സിറംസും ഒന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിലും ക്ലെൻസർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മോയ്സ്ചറൈസർ ഇടാം. മോയ്സ്ചറൈസറും ഒരു സൺസ്ക്രീമും ഒരു 1 മന്ത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഭയങ്കര റിസൾട്ട് കിട്ടും. നിങ്ങളിപ്പം ഹൈലറോണിക് ആസിഡ് സിറം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോയ്സ്ചറൈസറിൻ്റെ അധികം ആവശ്യം വരില്ല, എന്നാലും യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുമ്പം നിങ്ങളൊരു മോയ്സ്ചറൈസറും കൂടി ഇടുക. പിന്നെ ഇതൊക്കെ ചെയ്യുമ്പം നിങ്ങൾ ടൈം കൊടുക്കുക. ഇപ്പോൾ ടോണിങ് കഴിഞ്ഞപാട് സിറംസ് യൂസ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ്സെങ്കിലും പിന്നെ അതിന് ടൈം കൊടുക്കുക, അതൊന്ന് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർവ് ആവാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് വേഗം തന്നെ നമ്മൾ അടുത്ത പ്രോഡക്റ്റ്സ് ഇടുമ്പം അതിങ്ങനെ പീലായിട്ട് വരും, അല്ലെങ്കിൽ അത് മിക്സ് ആവും. അപ്പം നമ്മളൊരു പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത് അതിന് കുറച്ച് ടൈം കൊടുക്കുക, പിന്നീട് അടുത്ത പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുമ്പം അതിനും ടൈം കൊടുക്കുക. അപ്പം ടൈം കൊടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്കിൻ കെയർ. അപ്പോൾ മോയ്സ്ചറൈസർ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് വെച്ചാൽ, ഞാൻ ഒരുപാട് മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു കൊസാറെക്സിൻ്റെ സ്നെയിൽ ഓൾ ഇൻ വൺ ക്രീമാണ്. അപ്പം ഞാൻ എന്താ പറയല്, ഡോട്ട് ആൻഡ് കീൻ്റെ 2 വേരിയൻറ്റിലെ മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് എന്താ പറയല്, വിറ്റമിൻ സി ഉള്ള ഈ ബ്രൈറ്റ് മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ 72 hours ഹൈഡ്രേഷൻ തരുന്ന ഈ ഒരു ജെൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ വലിയ ബോട്ടിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, ഇത് ചെറുതാണ്. അപ്പം നിങ്ങൾ ഒരു ഓയിലി സ്കിൻ ടൈപ്പാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മോയ്സ്ചറൈസർ ഏതാണെന്ന് വെച്ചാൽ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഓയിൽ നല്ല രീതിയിൽ കൺട്രോൾ ആവും. ഇതുപോലത്തെ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഭയങ്കര ഗ്രീസി ആയിട്ട് തോന്നില്ല ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക്. പിന്നെ നോർമൽ സ്കിന്ന് അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഒരു ക്രീം ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇതൊക്കെ നിങ്ങൾക്ക് എന്താ പറയല് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ മോയ്സ്ചറൈസിങ് ക്രീമിൽ തന്നെ ഇതുപോലെ എന്തെങ്കിലും ഇതുപോലെ എന്താ വിറ്റമിൻ സി അടങ്ങിയത്, നയാസിനമൈഡ് അടങ്ങിയത്, സാലിസിലിക് ആസിഡ് അടങ്ങിയത്, ഇങ്ങനത്തെ ഒരുപാട് അടങ്ങിയ പ്രോഡക്ട്സും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതടങ്ങിയ മോയ്സ്ചറൈസർ വാങ്ങാം, അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത നോർമൽ മോയ്സ്ചറൈസറും നിങ്ങൾക്ക് വാങ്ങിയിട്ട് യൂസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് SPF. നമ്മൾ ഇത്രയും സ്റ്റെപ്പ് ചെയ്താലും ഇത്രയും സ്റ്റെപ്പ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് SPF, സൺസ്ക്രീന് സ്കിപ്പ് ചെയ്യാനേ പാടില്ല. ഇതുപോലത്തെ സിറംസൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ സൺസ്ക്രീൻ ഇടണം. അല്ലാണ്ട് നമ്മൾ പുറത്ത് വെയിലത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ചിലപ്പം ബേൺ ആവാനൊക്കെ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ സിറംസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് സൺസ്ക്രീൻ ഇടണം. മോയ്സ്ചറൈസർ ഇട്ടിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, നിങ്ങൾ മസ്റ്റായിട്ട് സൺസ്ക്രീൻ ഇടണം. പിന്നെ രാത്രി ഉറങ്ങുമ്പോൾ മോയ്സ്ചറൈസർ ഇട്ട് ലോക്ക് ചെയ്യുന്നതാണ് നല്ലത്, സൺസ്ക്രീൻ ഇടേണ്ട ആവശ്യമില്ല. സൺസ്ക്രീനിൻ്റെ യൂസേജ് നിങ്ങൾക്ക് അറിയേണ്ടാവും. നമുക്ക് UVA UVB എന്നുള്ള ലൈറ്റ്സിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ തരും നമ്മളെ സ്കിന്നിന്. എന്താ പറയുക, സൺബേണിങ് ഇതൊക്കെ വരാനുള്ള ചാൻസ് ഒരുപാട് കുറക്കും. നമുക്ക് സ്കിന്നിന് നല്ല ഹൈഡ്രേഷനാണ് സൺസ്ക്രീന് തരുന്നത്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന കറണ്ട് സൺസ്ക്രീൻ ഏതാണെന്ന് വെച്ചാൽ 2-3 ബ്രാൻഡ് ഉണ്ട്. ഞാൻ എന്താ പറയുക, ഒരു 4-5 ട്യൂബ് കഴിഞ്ഞ ഒരു ബ്രാൻഡാണ് അക്വാലോജിക്കൻ്റെ. ഇപ്പം എൻ്റെ കയ്യിൽ 2 എണ്ണം ഉണ്ട്. ഇതൊന്ന് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ നമുക്ക് പ്രോഡക്ട്സിൽ എന്തെങ്കിലും അടങ്ങിയ, ഇപ്പോൾ ഇതിൽ ഹൈലറോണിക് ആസിഡ് ഉണ്ട്, ഇതിൽ നയാസിനമൈഡ് ഉണ്ട്. അപ്പം ഇതുപോലത്തെ എന്തെങ്കിലും പ്രോഡക്ട്സ് അടങ്ങിയ
പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നതാണ് നമുക്ക് നല്ലത്. അപ്പം നമുക്ക് വേഗം റിസൾട്ട് കിട്ടും. നമ്മൾ നയാസിനമൈഡ് സിറം യൂസ് ചെയ്യുന്നുണ്ട്, നയാസിനമൈഡ് അടങ്ങിയ എന്താ പറയുക സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വേഗം റിസൾട്ട് കിട്ടും. സോ ഞാൻ എനിക്കിഷ്ടപ്പെട്ട ബ്രാൻഡ് അക്വാലോജിക് തന്നെയാണ്. പിന്നെ സൺസ്ക്രീനൊക്കെ കുറച്ച് എന്താ പറയല് ഡോയി ഫിനിഷ് തന്നെയായിരിക്കും. ഭയങ്കര മാറ്റായിട്ടുള്ള സൺസ്ക്രീൻ ഉണ്ടോയെന്ന് വെച്ചാൽ 1-2 ബ്രാൻഡ്സ് ഉണ്ട്. ഇപ്പം ഡോക്ടർ ഷീത്ത് അത്ര എന്താ പറയല് ഡ്യൂയി ഫിനിഷ് അല്ല, നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു മാറ്റ് ഫിനിഷ് കിട്ടുന്നത്. ഇതിലിപ്പം വിറ്റമിൻ സി ആണ്, ഇതിൽ തന്നെ നയാസിനമൈഡും സാലിസിലിക് ആസിഡും ഒക്കെ അടങ്ങിയ എന്താണ് ഡോക്ടർ ഷീത്തിൻ്റെ സൺസ്ക്രീൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണോ അത് നിങ്ങൾ നോക്കിയിട്ട് വാങ്ങാം. അപ്പം ഡോക്ടർ ഷീത്തും നല്ല സൺസ്ക്രീനാണ്. പിന്നെ എല്ലാ പ്രോഡക്ട്സും എല്ലാവർക്കും പിന്നെ എന്താ പറയല് പിടിക്കണം എന്നില്ല. ഇപ്പം എനിക്കിഷ്ടപ്പെട്ട പ്രോഡക്റ്റ്സ് ചില ആളെ സ്കിന്നിൽ പറ്റൂല. അപ്പം നിങ്ങളെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നോക്കുക, നിങ്ങളെ സ്കിന്നിന് ഏതാണ് നല്ലത് നോക്കുക, അങ്ങനെ മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. എനിക്ക് എന്താണോ ഇഷ്ടം, അല്ല എൻ്റെ സ്കിന്നിന് എന്താണോ ആവശ്യം അത് ഞാൻ ചൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം എൻ്റെ സ്കിൻ ടൈപ്പ് അല്ല നിങ്ങളെ സ്കിൻ ടൈപ്പ്, എല്ലാവരതും യുണീക്കാണ്. അപ്പം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ കണ്ടെത്താം. അപ്പം ഇതൊക്കെ ഞാനൊന്ന് നിങ്ങൾക്ക് കണ്ടെത്താനുള്ള ഈസി വേ പറഞ്ഞു തന്നതേ ഉള്ളൂ. അപ്പം പിന്നെ ഇനിയുള്ളൊരു കാര്യം, ഇത്രയും നമ്മൾ ചെയ്തെന്ന് വിചാരിച്ചോ, ഇനിയും നമുക്ക് എന്തോ ഒരുപാട് എന്താ പറയല്, ഇപ്പം ഞാൻ ഈ അഡ്വാൻസ് നെയിൽ മ്യൂസിയം പവർ എസെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എസെൻസ് ഒക്കെ എപ്പോൾ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ക്ലെൻസറും ടോണറും കഴിഞ്ഞതിന് ശേഷം എസെൻസ് യൂസ് ചെയ്യുക. എസെൻസ് യൂസ് ചെയ്തതിന് ശേഷം സിറംസ് യൂസ് ചെയ്യുക. അപ്പം നിങ്ങൾ ഇപ്പം ഈ ഒരു പവർ എസെൻസ് മാത്രം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സിറംസിൻ്റെ ഒന്നും ആവശ്യം വരില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു മോയ്സ്ചറൈസിങ് ഇട്ട് SPF ഇട്ട് ലോക്ക് ചെയ്യുക. അപ്പം ഞാനിത് എന്താ പറയുക ഇത്രയും പ്രോഡക്ട്സ് കാണിച്ചെന്ന് വിചാരിച്ച് ഞാനിത് മൊത്തത്തിൽ ഇടുന്ന ഒരാളല്ല. ഞാൻ ചിലപ്പം ടോണർ യൂസ് ചെയ്യും, ഈ ഒരു എസെൻസ് യൂസ് ചെയ്യും, ചിലപ്പം സൺസ്ക്രീൻ ഇടും, അവിടെ സ്റ്റോപ്പ് ചെയ്യും. അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ടോണിങ് കഴിഞ്ഞിട്ട് ഒരു സിറംസ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ SPF ഇടും, അവിടെ സ്റ്റോപ്പ് ചെയ്യും. അല്ലെങ്കിൽ സിറംസ് യൂസ് ചെയ്യും, ഒരു മോയ്സ്ചറൈസിങ് ഇടും, സ്റ്റോപ്പ് ചെയ്യും. അപ്പം എപ്പോഴും എല്ലാം യൂസ് ചെയ്യുന്ന ആളല്ല ഞാൻ. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് സ്കിൻ കെയർ ചെയ്യുന്ന ഒരു ആളല്ല ഞാൻ. ചിലപ്പം സ്കിപ്പ് ചെയ്യാറുണ്ട്. ഇപ്പം ഡെയിലി ചിലപ്പോൾ ഒരു സമയമൊക്കെ ചെയ്യും. ചിലപ്പോൾ അത് ഉച്ചയ്ക്കാവാം, അല്ലെങ്കിൽ ഈവനിങ് ആവാം, അല്ലെങ്കിൽ അത് നൈറ്റ് ആവാം. എനിക്കെപ്പോഴാണോ ഇഷ്ടം അന്നേരം ഞാൻ ചെയ്യും. പക്ഷേ എനിക്ക് സ്കിന്നിന് അത്ര പ്രോബ്ലംസ് ഇല്ല. ചെറിയ ചെറിയ കുരുക്കൾ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ എനിക്ക് അധികം സ്കിൻ പ്രോബ്ലംസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്ന സമയത്ത് ഞാൻ ചെയ്യൽ അങ്ങനെയൊക്കെയാണ്. പിന്നെ സൺസ്ക്രീൻ എപ്പോഴും ഇടാൻ നോക്കാറുണ്ട്. പുറത്ത് പോകുമ്പോൾ ഒക്കെ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാണ്ട് യൂസ് ചെയ്യാൻ നോക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സ്കിൻ പ്രെപ്പ് ചെയ്തിട്ട് നമ്മൾ എന്താ പറയല് മേക്കപ്പൊക്കെ ഇടുമ്പോൾ നല്ല എന്താണെന്ന് പറയാം ബ്ലെൻഡായി നല്ലൊരു ഡ്യൂയി ലുക്ക് കിട്ടും. അപ്പം ഇതാ ഞാൻ പറഞ്ഞ സ്കിൻ കെയർ ചെയ്തിട്ട് നമ്മൾ മേക്കപ്പ് ഇട്ടാൽ നല്ല രസം ഉണ്ടാവും എന്നുള്ളത്. അപ്പം സത്യം പറഞ്ഞ് തളർന്നു. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ സ്റ്റെപ്സ്. ഇത് ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത്രയും സ്കിൻ കെയർ ഇനിയും ഉണ്ടോ എന്നുള്ളത്. ഒരുപാട് പ്രോഡക്റ്റ്സ് ഇനിയും ഉണ്ട്. നമുക്ക് ഐ ക്രീം, എന്താ പറയല് ഐ പാച്ചസ്, എന്താ പറയല് ഫേസ് മാസ്ക്, ഷീറ്റ് മാസ്ക്, അങ്ങനെ ഒരുപാട് സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റ്സ് ഇനിയും ഉണ്ട്. അപ്പം അതൊക്കെ എന്താ പറയല് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, സെർച്ച് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പം ഞാൻ ഫേസ് മാസ്കിൻ്റെ ഒക്കെ കുറച്ച് എന്താ പറയുക ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് എന്താണെന്നൊക്കെ അതൊക്കെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ചെയ്യാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ഒരു ലൈക്ക് തരാം. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ തിരിച്ചു വരും. അതുവരേക്കും ബൈ.